കോളേജിന് മുന്നിൽ മുകുന്ദൻ്റെ കാറ് നിന്നു. പിള്ളേരെല്ലാം പോകുന്നുണ്ടല്ലോ, അഞ്ജു ഇതെവിടെ പോയി? സംശയത്തോടെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അഞ്ജലിയുടെ ഡാഡിയല്ലേ? അരികിലേക്ക് നടന്നു വന്ന് ഒരു കുട്ടി ചോദിച്ചു. ഹാ അതെ, അഞ്ജലി എവിടെ? കണ്ടില്ല? വെപ്രാളത്തിൽ ചോദിച്ചു. അത് അവൾ ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് പോയി. എന്ത്? എപ്പോ? എവിടെയാ പോയത്? അയാളുടെ ശരീരം ഒന്ന് വിറച്ചു. രാവിലെ പോയി, എവിടെയാന്നറിയില്ല. അവൾ തിരിഞ്ഞു നടന്നു. മുകുന്ദൻ ഫോൺ കയ്യിലേക്കെടുത്തു. ഈ പെണ്ണ് എവിടെയാ പോയത്? വെപ്രാളത്തോടെ അഞ്ജുവിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. സ്വിച്ച് ഓഫ് ആണല്ലോ. രാവിലെ പോയതാണെങ്കിൽ പിന്നെ എവിടെ? അയാൾ കാറിൻ്റെ ഡോറ് തുറന്നു. ഹലോ, അഞ്ജലിയുടെ പ്രിയപ്പെട്ട ഡാഡിയാണോ? മുകുന്ദൻ തലചരിച്ച് സ്കൂട്ടിയിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി. ഞാൻ മെർലിൻ, അഞ്ജലി എൻ്റെ ക്ലാസ്സിലാ. ആണോ? മോൾ എവിടെയാ പോയത് എന്നറിയോ? വേവലാതിയോടെ ചോദിച്ചു. ഹാ അറിയാം, ഇന്ന് രാവിലെ 10:30 അഞ്ജലിയുടെ കല്യാണം കഴിഞ്ഞു. ദീപക് എന്നൊരു ചേട്ടനുമായി ഇഷ്ടത്തിലായിരുന്നുവെന്ന്. മുകുന്ദൻ്റെ ശരീരം തണുത്തു. തളർച്ചയോടെ കാറിൽ ചാരി നിന്നു. മെർലിൻ്റെ സ്കൂട്ടി അയാൾക്ക് മുന്നിലൂടെ കടന്നുപോയി. മോളെ നശിപ്പിക്കുന്നത് ഈ അച്ഛനാ. അയാളുടെ അത്യാഗ്രഹത്തിന് ഒരവസാനമായി. സൈറ പുച്ഛച്ചിരിയോടെ പറഞ്ഞു. വീട്ടിന് മുന്നിൽ ഒരു കാറ് വന്നു. മുകുന്ദൻ പുറത്തേക്കിറങ്ങി. എൻ്റെ മോളെ എവിടെയടാ? ഉച്ചത്തിലുള്ള മുകുന്ദൻ്റെ സ്വരം. ഉമ്മറത്തിണ്ണയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന രാജൻ പതിയെ എഴുന്നേറ്റു. ദീപു അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. എന്താ അച്ഛാ? പുറത്തേക്ക് വന്ന ദീപുവിൻ്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. ഹാ ഇതാര്? അമ്മായി അച്ഛനോ? വരണം, ഇരിക്കണം. വരാന്തയിലെ ചെയർ വലിച്ചിട്ട് ദീപു പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ ദേഷ്യത്തോടെ ചുളിഞ്ഞു. എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിടാതെ തുറന്നു വിടടാ. അയാൾ നിന്ന് വിറച്ചു. പിന്നെ തൻ്റെ മോള് പട്ടിയോ പൂച്ചയോ മറ്റോ ആണോ പൂട്ടിയിടാൻ? അവനും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. മുകുന്ദൻ രാജന് നേരെ പാഞ്ഞെടുത്തു. കയ്യിലിരുന്ന ചായ ഗ്ലാസിൽ തട്ടി. ദേഹത്തേക്കും മുഖത്തേക്കും ചൂട് ചായ വീണു. എടോ, വീട്ടിൽ കയറി വന്ന് ഗുണ്ടായിസം കാണിക്കുന്നു. ദീപു ഉച്ചത്തിൽ അലറിക്കൊണ്ട് മുണ്ടു മടക്കി ഉടുത്ത് പുറത്തേക്ക് ചാടി. വലതുകാൽ മുകുന്ദൻ്റെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടി. പെട്ടെന്നുള്ള പ്രവൃത്തി മുകുന്ദൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. ഡാഡി ഉറക്കെ വിളിച്ചുകൊണ്ട് അഞ്ജലി ഓടിയിറങ്ങി. അവിടെ നിൽക്കണം. ഇനി നീ ഒരടി ചലിച്ചാൽ ദീപു ആരാണെന്ന് അഞ്ജലി അറിയും. ദേഷ്യത്തോടെയുള്ള ഭാവം. പേടിയോടെ അവൾ മുകുന്ദൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ നിലത്തുനിന്ന് എഴുന്നേറ്റു. എനിക്ക് എൻ്റെ മോളെ വേണം. കൊണ്ടുപോകാനാ ഞാൻ വന്നത്. മുകുന്ദൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെയും കൊണ്ടേ പോകൂ. ഉറപ്പോടെ പറയുമ്പോൾ അഞ്ജലിയുടെ ചുണ്ടിൽ ചിരി വിടർന്നു. എൻ്റെ ഭാര്യയെ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ അനുവാദം വേണ്ടേ മുകുന്ദ? അഞ്ജലിയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഇത് ഞാൻ കെട്ടിയ താലിയാ. ഇന്നു മുതൽ ഇവളെൻ്റെ ഭാര്യയാണ്. കടുപ്പത്തിൽ പറയുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി മുകുന്ദൻ ചിരിച്ചു. എൻ്റെ മോളെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്താൽ നീ ജയിലിലാ, അറിയോടാ നിനക്ക്? ദേഷ്യത്തോടെ ഫോൺ കയ്യിലേക്കെടുത്തു. സ്ഥലം CI എൻ്റെ ഫ്രണ്ടാണ്. ഇന്ന് തന്നെ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാക്കും. താൻ വിളിക്കടോ, CI സാറ് വരട്ടെ. എൻ്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിൽ കിടക്കുന്നുണ്ട്. എനിക്ക് രക്ഷപ്പെടാൻ ആ ഒരു കച്ചിത്തുരുമ്പ് മതി. മുകുന്ദൻ ദീപകിൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. എന്താ വിളിക്കുന്നില്ലേ? വിളിക്ക്. മോൾക്ക് 3 മാസം. നാട്ടുകാരറിയും. മുകുന്ദൻ നാറും. അത് വേണോ? ഉച്ചച്ചിരിയോടെ പതിഞ്ഞ സ്വരത്തിൽ ദീപക് പറയുമ്പോൾ അയാൾ മൗനമായി നിന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിനെയും അതിൻ്റെ അമ്മയും വേണം. തടസ്സമായി നിങ്ങൾ വന്നാൽ അമ്മായിയച്ച, ദീപകിൻ്റെ ഗുണ്ടായുസം താങ്ങാൻ ഈ ബോഡിക്ക് പറ്റില്ല. അയാളുടെ ചുളിവ് വീണ ഷർട്ട് നിവർത്തിയിട്ട് തോളിൽ തട്ടി ദീപക് പറയുമ്പോൾ മുകുന്ദൻ രൂക്ഷമായി അവനെ നോക്കി. ഇപ്പം ഞാൻ പോവുക, പക്ഷേ വരും. പല്ല് കടിച്ച് പൊട്ടിച്ച് പറഞ്ഞ് അഞ്ജലിയെ നോക്കി. ഡാഡി ഞാൻ വരും, മോള് വിഷമിക്കേണ്ട. മകൾക്കരികിലേക്ക് നടന്നെടുക്കുമ്പോൾ തടസ്സം പോലെ ദീപക് കുറുകെ നിന്നു. നിങ്ങളുടെ നിശ്വാസക്കാറ്റ് പോലും അവളിൽ പതിക്കരുത്. അച്ഛനൊക്കെയാ ശരിയാണ്, പക്ഷേ ഇവളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചിരിയോടെ പറയുന്നവനെ നോക്കി അയാൾ തിരിഞ്ഞ് കാറിനരികിലേക്ക് നടന്നു. കാറ് പുറത്തേക്ക് പാഞ്ഞു. നീ എന്ത് നോക്കി നിൽക്കുക? കയറിപ്പോടി. ദീപു, ഇത് നിനക്ക് ദോഷം ചെയ്യും. അഞ്ജലി അവന് നേരെ വിരൽ ചൂണ്ടി. നീ ആർക്ക് മുന്നിലാ വിരൽ ചൂണ്ടിയത്?
ആ വിരലിൽ അവൻ അമർത്തി പിടിച്ചു. നിന്റെ ഭർത്താവാ ഞാൻ, അപ്പോൾ ബഹുമാനം വേണം. ഇനി ഇത് ആവർത്തിക്കരുത്. വേദനയോടെ കണ്ണുകൾ നിറയുമ്പോൾ അവൻ കൈ പിൻവലിച്ചു. അവൾ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. അച്ഛാ, എനിക്ക് പേടിയുണ്ട് മോനെ. അയാൾ വെറുതെ ഇരിക്കില്ല. എനിക്കൊന്നും സംഭവിക്കില്ല, അതോർത്ത് പേടി വേണ്ട. ദീപകിൻ്റെ ചിരിച്ച മുഖം. അയാൾ വേദനയോടെ ഉമ്മറത്തിണ്ണയിലിരുന്നു. അപ്പയോട് സംസാരിച്ച് ചിരിയോടെ പടിക്കെട്ടുകൾ കയറി വരുന്നവളെ കണ്ട് നേത്രയുടെ മുഖം ചുളിഞ്ഞു. നീ എന്താ പെട്ടെന്ന്, ക്ലാസ് ഇല്ലേ? കടുപ്പത്തിൽ ചോദിച്ചു. ഉണ്ട്, അപ്പായ്ക്ക് എന്നെ കാണണം എന്ന ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ഒരു ലീവ് എടുത്തു. ഓ, നാളെ ചിങ്ങം 1 അപ്പാക്ക് എന്നെ കാണുന്നത് ചതുർത്ഥിയാ, പക്ഷേ നിന്നെ കാണുന്നത് രാശിയാണ്. അങ്ങനെ വരാൻ പറഞ്ഞതാവും. വീർദ്ധമുഖത്തോടെ പറയുന്ന നേത്രയെ നോക്കി വാര്യര് ചിരിച്ചു. ചതുർത്ഥിയും രാശിയും ഒന്നുമില്ല, എല്ലാം നിന്റെ തോന്നല. സ്വഭാവം നന്നായിരുന്നാൽ എല്ലാം ശരിയാകും. അകത്തേക്ക് നടന്നുകൊണ്ട് വാര്യര് പറഞ്ഞു. അച്ഛാ, നക്ഷത്ര വന്നോ? രാത്രി അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ വേണി ചോദിച്ചു. ഹാ, വന്നു. ക്ലാസ് കട്ട് ചെയ്ത് അവൾ എന്തിനാ വന്നേ? സുഖമില്ലേ ആവൂ? നക്ഷത്രയ്ക്ക് ഒരു കല്യാണ ആലോചന. നാളെ കഴിഞ്ഞ് പിറ്റേന്ന് അവർ പെണ്ണ് കാണാൻ വരും. മാഷ് വനജയെ നോക്കി പറയുമ്പോൾ വേണി ഞെട്ടലോടെ തല ഉയർത്തി. എന്താ അച്ഛാ ഇത്ര പെട്ടെന്ന്? പാവം പാവം തന്നെയാ. നിന്റെ പ്രായം 18 വയസ്സ്. പക്ഷേ ആ പേ പിടിച്ചവൻ്റെ കൺമുന്നിൽ നിന്നും അത് രക്ഷപ്പെടട്ടെ. നക്ഷത്രയോട് പറഞ്ഞോ അച്ഛാ? അവൾ സമ്മതിച്ചോ? ആകാംക്ഷയിൽ വേണി ചോദിച്ചു. ഇല്ല, അത് വാര്യര് സൗകര്യം പോലെ പറയും. പതിയെ മൂളിക്കൊണ്ട് അവൾ എഴുന്നേറ്റു. നീ എന്താ കഴിപ്പ് നിർത്തിയോ? കൈ കഴുകാനായി നടക്കുന്ന വേണിയെ നോക്കി വനജ പറഞ്ഞു. ഹാ, മതി. കൈ കഴുകി തിരിഞ്ഞ് റൂമിൽ ലക്ഷ്യമാക്കി നടക്കുന്നവളെ വേണുമാഷ് സൂക്ഷിച്ചു നോക്കി. നീയായി നക്ഷത്ര മോളെ അറിയിക്കരുത്. നാളെ വാര്യര് തന്നെ പറയും. ഹാ, ശരിയച്ചാ. അവൾ റൂമിലേക്ക് കയറി ഡോർ ലോക്കിട്ടു. എൻ്റെ ശിവനെ, അപ്പ പറഞ്ഞാൽ അവൾ എതിര് പറയില്ല. ആ ചേട്ടൻ എന്താ ചെയ്യാ? ആലോചനയോടെ നടന്നു. നോക്കാം, അവർ വന്ന് പെണ്ണ് കാണട്ടെ. അന്ന് തന്നെ കല്യാണം നടത്തില്ലല്ലോ. എല്ലാം ഉറപ്പിക്കുന്ന അവസ്ഥ വരുവാണേൽ ആ ചേട്ടനെ വിളിച്ചു പറയണം. അവൾ ബെഡിലേക്ക് മറിഞ്ഞു. അപ്പാ, നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുന്ന മകളുടെ തലയിൽ തഴുകിയ വിരലുകൾ നിന്നു. എന്താ മോളെ? എന്താ അപ്പാ നെഞ്ചിങ്ങനെ കിടന്ന് ഇടിക്കുന്നത്? എന്നോട് എന്തേലും പറയാനുണ്ടോ? ഉണ്ട്. അവൾ സംശയത്തോടെ ആ മുഖത്തേക്ക് തന്നെ നോക്കി. നാളെ കഴിഞ്ഞ് അപ്പ പറയാം. എന്തു തന്നെ ആയാലും അപ്പയുടെ ആഗ്രഹം മോള് സാധിച്ചു തരില്ലേ? അതെന്താ അപ്പ അങ്ങനെ? എൻ്റെ അപ്പ എന്തു പറഞ്ഞാലും കണ്ണും പൂട്ടി ഞാൻ അനുസരിക്കും. അത് മതി. സന്തോഷായി. തല താഴ്ത്തി മകളുടെ കുഞ്ഞു നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ ചേർത്തു. മോൾ ഉറങ്ങിക്കോ. വാത്സല്യത്തോടെ തലമുടിയിൽ വിരലുകൾ ചലിക്കുമ്പോൾ ആ സ്നേഹച്ചൂടിൽ അവളുടെ കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു. ശുശു. രാവിലെ മുറ്റമടിക്കുമ്പോൾ പടിക്കെട്ടിന് പുറത്തു നിന്നും ഒരു ശബ്ദം. നക്ഷത്ര തിരിഞ്ഞു നോക്കി. എന്താടി ഒരു ശബ്ദം? നീ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ആരേലും വരാന്ന് പറഞ്ഞിരുന്നോ? നേത്രയുടെ കടുത്ത സ്വരം. ദേ ചേച്ചി, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ചേച്ചി ചെയ്തതുപോലെ നാടിന് കൊള്ളാത്ത ഒരു താന്തോന്നിയെ കൂട്ടിക്കൊണ്ടു വരില്ല. നേത്രയുടെ സ്വരം ഉയരുമ്പോൾ പടിക്കെട്ടിന് പുറത്തു നിന്നവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. എൻ്റെ ശിവനെ, നക്ഷത്ര തന്നെയാണോ ഇത്? ഇവൾ ഇങ്ങനെ സംസാരിക്കാനും പഠിച്ചോ? എന്താടി പറഞ്ഞേ? നീ തർക്കുത്തരം പറയാറായോ? നേത്ര ദേഷ്യത്തോടെ പടിക്കെട്ടുകൾ ഓടിയിറങ്ങി. ആരാടി താന്തോന്നി? എൻ്റെ ജഗേട്ടനാണോ? പല്ല് കടിച്ചു പിടിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്ന നേത്രയെ നോക്കി അവൾ ചിരിച്ചു. എന്താ സംശയം? അയാൾ തന്നെ, വൃത്തികെട്ടവൻ. ചൂല് വീടിന് പിൻഭാഗത്തേക്ക് വെച്ച് പൈപ്പ് തുറന്ന് കൈ കഴുകി തിരിഞ്ഞ് പടിപ്പുരയിലേക്ക് നടന്നു. എന്തോ ഓർമ്മ വന്നതുപോലെ നിന്നു. ലച്ചുമോളെ സൂക്ഷിച്ചു. അയാൾക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവില്ല. കടുപ്പത്തിൽ പറയുന്ന നക്ഷത്രയെ കാണുമ്പോൾ നേത്ര കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. നാക്കെടുക്കാതെ നടന്നവളാ. സിറ്റിയിൽ പോയി എല്ലാം പഠിച്ചു. വഴിവിട്ട് പോകാതിരുന്നാൽ കൊള്ളാം. ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നേത്ര അകത്തേക്ക് നടന്നു. നീ ആയിരുന്നോ ശുശു വെച്ചത്? പുറത്ത് മതിൽക്കെട്ടിൽ ചാരി നിൽക്കുന്ന വേണിയെ കണ്ട് സംശയത്തോടെ ചോദിച്ചു. ഞാൻ തന്നെ. എന്തായിരുന്നു? നേത്ര ചേച്ചിയുമായി ഒരടിപിടി? നക്ഷത്ര ചിരിച്ചു. ഹാ, എന്തായാലും എനിക്ക് സന്തോഷമായി. കുറച്ച് തൻ്റെ ഇടം വന്നിട്ടുണ്ട് പെണ്ണിന്.
നക്ഷത്രയെ മുറുകെ പിടിച്ചു. നിന്റെ ആദർശേട്ടൻ എന്തു പറയുന്നു? എന്തു പറയാൻ? സന്തോഷമായിരിക്കുന്നു. എന്നെ പിക്ക് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും ആദ്യേട്ടനാ. പിന്നെ ബീച്ചിൽ കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങി തന്നു. വാതോരാതെ ആദർശിനെക്കുറിച്ച് പറയുമ്പോൾ വേദനയോടെ വേണി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ശരിയടി, കോളേജിൽ പോകുന്ന വഴിയാ. അപ്പം നിന്നെ കണ്ടിട്ട് പോകാം എന്ന് വെച്ചു. വേണി തിരിഞ്ഞു നടന്നു. വേണി, ഇന്ന് വൈകുന്നേരം ക്ഷേത്രത്തിൽ പോരുന്നോ? ചിങ്ങം 1 പ്രത്യേക പൂജയുണ്ട്. എനിക്ക് പറ്റില്ലടി. വയറൊഴിഞ്ഞ് അവൾ പറയുമ്പോൾ നക്ഷത്ര തലകുലുക്കി. ഇന്നെന്തായാലും അപ്പയോട് ആദർശേട്ടനെ കുറിച്ച് പറയണം. പറഞ്ഞാൽ നാളെ തന്നെ ആദ്യേട്ടൻ വരും. അപ്പയെ കാണും. കൃഷ്ണ, എല്ലാം നന്നായി നടത്തി തരണം. ചിരിയോടെ പടിക്കെട്ടുകൾ ഓടിക്കയറി. മോളെ, ദേ ചായ കുടിക്കി. മുന്നിലേക്ക് നീണ്ടുവരുന്ന സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് നോക്കി അഞ്ജലി ചുണ്ട് കോട്ടി. എനിക്ക് വേണ്ട. തല വെട്ടിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ദീപക് കയറി വന്നു. അവൾ നിന്നു. എന്താ അമ്മ? അമ്മയുടെ വാടിയിരിക്കുന്ന മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല മോനെ. കയ്യിലിരിക്കുന്ന ചായ ഗ്ലാസ് അവന് മുന്നിലേക്ക് നീട്ടി. അഞ്ജലി കടുപ്പിച്ച് വിളിച്ചു. എന്താ? ദേ, ആ ചായയിൽ മധുരവും കടുപ്പവും പാകത്തിനാണോ നോക്കിയേ. എനിക്കതറിയില്ല, എടുത്തടിച്ച പോലെ പറഞ്ഞു. ചായ വാങ്ങി കുടിക്കടി. ഒരു ചായ കുടിച്ചാൽ അഞ്ജലിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കട്ടെ. അവൾ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി. എനിക്ക് ഈ ഗ്ലാസ് വേണ്ട. ഇവിടെ വേറെ ഗ്ലാസ് ഇല്ല. അതിൽ കുടിച്ചേ പറ്റൂ. ഞങ്ങളും ഇതൊക്കെ തന്നെയാ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ എനിക്ക് പറ്റില്ല. എനിക്കിങ്ങനെ ലോക്കൽസിനെ പോലെ ജീവിക്കാൻ കഴിയില്ല. എടി, ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൾക്ക് നേരെ ദീപകിൻ്റെ കൈ ഉയർന്നു. മോനെ വേണ്ട കുഞ്ഞ്. പെട്ടെന്ന് അമ്മ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം എൻ്റെ ഒപ്പം. അല്ല, കുഞ്ഞാകുന്നത് വരെ ഞാൻ ലോക്കലായി നിനക്ക് തോന്നിയില്ലേടി? ആ വയറ്റിൽ കിടക്കുന്നത് ലോക്കലായ എൻ്റെ കുഞ്ഞാ. ദേഷ്യത്തോടെ അവൻ നിന്ന് വിറയ്ക്കുമ്പോൾ പേടിയോടെ അഞ്ജലി ഒരടി പിന്നിലേക്ക് മാറി നിന്നു. ഞങ്ങൾ ഇങ്ങനെയാ ജീവിക്കുന്നത്. നിനക്ക് വേണ്ടിയൊന്നും മാറ്റാൻ പറ്റില്ല. അതിനും വേണ്ടി കാശുമില്ല. കടുപ്പിച്ച് പറയുമ്പോൾ അവൾ പതിയെ ചായയും കൊണ്ട് പുറത്തേക്ക് നടന്നു. വേണ്ടായിരുന്നു മോനെ. നല്ല നിലയിൽ ജീവിച്ച കുട്ടിയല്ലേ. ഇവിടവുമായി പൊരുത്തപ്പെട്ടു വരാൻ സമയമെടുക്കും. അമ്മ പറയുമ്പോൾ അവൻ ചിരിച്ചു. അമ്മ, അവൾ നമ്മൾ വിചാരിക്കുന്ന ആളെയല്ല. താഴ്ന്നു കൊടുത്താൽ തലയിൽ കയറും. എന്നാലും മോനെ, ഒരുപാട് വേദനിപ്പിക്കരുത്. കുഞ്ഞുള്ളതാ. അറിയാം. കുറച്ചു നാൾ ഇങ്ങനെ പോട്ടെ. സ്നേഹം കൊടുത്ത് അഞ്ജലിയെ മാറ്റിയെടുക്കാം. വിശ്വാസത്തോടെ പറഞ്ഞ് ചായയുമായി അവൻ ഉമ്മറത്തേക്ക് നടന്നു. അപ്പാ, ഞാനും ഉണ്ട്. വൈകുന്നേരം ക്ഷേത്രം തുറക്കാൻ താക്കോൽ കൂട്ടവുമായി പുറത്തേക്ക് നടക്കുമ്പോൾ നക്ഷത്ര ഓടി അരികിലേക്ക് ചെന്നു. അയാൾ മകളുടെ മുഖത്തെ ചിരി കണ്ട് ഒന്ന് നിന്നു. എന്തേ, നല്ല സന്തോഷത്തിലാണല്ലോ. എന്താന്നറിയില്ല, മനസ്സിനൊക്കെ ഒരു സുഖം. ഓരോന്നും പറഞ്ഞും ചിരിച്ചും മുന്നിലേക്ക് നടന്നു. നട തുറന്നു. ദീപം തെളിഞ്ഞു. ഇരുട്ട് വീണ് തുടങ്ങി. മോളെ, ഇന്ന് താമസിക്കും. വിശേഷാൽ പൂജയാണ്. സിറ്റിയിൽ നിന്ന് വന്നതാ. നേർച്ചയാണത്രേ. അവൾ ചിരിയോടെ തലകുലുക്കി. ശ്രീകോവിലിന് അകത്തിരിക്കുന്ന കള്ളക്കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി കൈകൾ കൂപ്പിപ്പിടിച്ചു. കൃഷ്ണ, അപ്പ സമ്മതിക്കണം. എൻ്റെ ആദർശേട്ടൻ എന്നും സന്തോഷത്തോടിരിക്കണം. കണ്ണുകൾ മുറുകെ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരികിൽ ആരുടെയോ സാമീപ്യം. ഹൃദയമൊന്ന് തുള്ളിച്ചാടും പോലെ. നാച്ചൂട്ടാ. ചെവിക്കരികിൽ കാറ്റുപോലെ അവൻ്റെ സ്വരം. കണ്ണാ, പരീക്ഷിക്കണ്ടാട്ടോ. ഞാൻ നിന്റെ കള്ളത്തരത്തിൽ വീഴില്ല. അവൾ കണ്ണുകൾ തുറക്കാതെ ചിരിച്ചു. നാച്ചൂട്ടാ, ആദ്യേട്ടനെ നോക്കടി. വീണ്ടും ആ സ്വരം ചെവിക്കുള്ളിലൂടെ ശരീരമാകെ കുതിച്ചു കയറുമ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. തല ചരിച്ച് അരികിൽ നിൽക്കുന്ന ആളിനെ കാണുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചു. ആദ്യേട്ടാ, എന്താ ഇവിടെ? വലിയ വായിൽ പെട്ടെന്ന് ചോദിച്ചു. എന്തേ, എനിക്ക് വന്നൂടെ? ആ, വരാം. എന്നാലും വരുന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നേൽ ഈ മുഖത്തെ സന്തോഷം കാണാൻ കഴിയുമായിരുന്നോ? പെട്ടെന്ന് അവൻ്റെ ചോദ്യമെത്തി. അവൾ ചിരിയോടെ തലകുലുക്കി. വാര്യർ ശ്രീകോവിലിനകത്തു നിന്ന് പുറത്തേക്ക് വന്നു. അവൻ അയാൾക്ക് അരികിലേക്ക് നടന്നു. സിറ്റിയിൽ നിന്ന് വരുവാ. ആദർശല്ലേ? ഇന്നത്തെ പൂജയും വിളക്കും മോൻ്റെ പേരിലാണ്. വാര്യർ പറയുമ്പോൾ അവൻ തലകുലുക്കി. പ്രസാദവും തീർത്ഥവും കൊടുത്ത് തിരിയുമ്പോൾ പിന്നിൽ നിന്നും അവൻ്റെ വിളിയെത്തി. തിരുമേനി,
വാര്യർ തിരിഞ്ഞു നോക്കി. നക്ഷത്ര അന്താളിപ്പോടെ നിന്നു. കൃഷ്ണ, ഈ ആദ്യേട്ടൻ എന്തു പറയാൻ പോവാ? എന്താ മോനെ? അത് എൻ്റെ ഒരു ആഗ്രഹം ഒരാളോട് പറയാൻ പോവാണ്. അത് നന്നായി തന്നെ നടക്കണം. എന്നെ അനുഗ്രഹിക്കണം. പതിയെ അവനൊന്ന് കുനിഞ്ഞു. വാര്യരുടെ കാലിൽ കൈകൾ വെച്ച് നെറുകയിൽ വെച്ച് നിവർന്നു. മോൻ്റെ ആഗ്രഹം നടക്കും. ഞാൻ ഭഗവാനോട് പറയാം. നന്നായി വരട്ടെ. അവൻ്റെ തലയിൽ തൊട്ട് ആ അച്ഛൻ അനുഗ്രഹിക്കുമ്പോൾ ആദർശ് കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. നക്ഷത്ര ചിരിച്ചു. കണ്ണാ, നിന്നെപ്പോലെ തന്നെ കള്ളനാണ് കേട്ടോ. വാര്യര് അകത്തേക്ക് കയറി. അത്താഴ പൂജയ്ക്ക് ശ്രീകോവിൽ അടച്ചു. നാച്ചൂട്ട അവൾക്ക് അരികിലേക്ക് ചേർന്ന് നിന്നു. ഇന്നലെ ഇത് പ്ലാൻ ചെയ്തിരുന്നു ആദ്യേട്ടാ? അവൾ കൂർത്ത കണ്ണോടെ അവനെ നോക്കി. എന്തോ നീ പോയപ്പോ സഹിക്കാൻ പറ്റാത്തൊരു വേദന. അപ്പ കരുതി ഒന്ന് വന്ന് കാണാന്ന്. പിന്നെ ഇന്നലെ പപ്പ വിളിച്ചിരുന്നു. വല്ലായ്മയോടെ പറയുന്നവനെ സൂക്ഷിച്ചു നോക്കി. എന്താ ആദ്യേട്ടാ, എന്തേലും പ്രശ്നമുണ്ടോ? വെപ്രാളത്തിൽ ചോദിച്ചു. പേടിക്കാനായി ഒന്നുമില്ലടാ. ചിരിയോടെ ചുറ്റിനും നോക്കി. ഒന്ന് പുറത്തേക്ക് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പതിയെ പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. പിന്നാലെ നക്ഷത്രയും.